ഹലോ യൂട്യൂബ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ക്വിക്ക് ഷോർട്ട് റിവ്യൂ ആണ്. അമേരിക്കൻ കാർ മാനുഫാക്ചറിംഗ് കമ്പനിയായ ഫോർഡ് മോട്ടോർ കമ്പനിയും ചൈനീസ് കാർ മാനുഫാക്ചറിംഗ് കമ്പനിയായ JMCയും കൂടി ടൈപ്പായി ഒരു ജോയിൻറ്റ് വെഞ്ചറായി നടത്തിയ കാറിൻ്റെ ഒരു ക്വിക്ക് ഷോർട്ട് റിവ്യൂ ആണ്. ഹാഫ് ചൈനീസും ഹാഫ് അമേരിക്കൻ ഇറങ്ങിയ ഈ കാറിൻ്റെ സെക്കൻഡ് ജനറേഷൻ വണ്ടിയാണ്. ഒരു 1.8 ലിറ്റർ ടർബോ എഞ്ചിനാണ് ഇതിനുള്ളത്. 2 വീൽ ഡ്രൈവ് 7 സ്പീഡ് DC ട്രാൻസ്മിഷനോട് കൂടിയ വണ്ടി ഇറങ്ങുന്നത്. ആംബിയൻറ്റ്, ട്രെൻഡ്, ടൈറ്റാനിയം എന്ന് പറഞ്ഞ 3 വേരിയൻ്റാണ് ഇതിലുള്ളത്. ഇതിൽ ടൈറ്റാനിയം എന്ന് പറയുന്ന വേരിയൻ്റാണ് ഫുൾ ഓപ്ഷൻ. ടൊയോട്ടയുടെ RAV4, ഹൗണ്ടായുടെ ടക്സൺ, ഹോണ്ട CR-V അങ്ങനെയുള്ള മിഡ് സൈസ് SUV ആയിട്ടാണ് ഇത് കോമ്പറ്റേറ്റ് ചെയ്യുന്നത്. വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഓസ്ട്രേലിയയിൽ നിന്നും പ്രൊഡക്ഷൻ ഫ്രം ചൈനയാണ്. ചൈനീസ് കാർ കമ്പനിയായിട്ട് കൊളാബറേഷൻ ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സിലൊന്നും ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ ഫോർഡിൻ്റേതായ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. സ്പേഷ്യസ് ആയ ഒരു ഇൻറ്റീരിയറും കൂടിയ ഒരു കാറാണ്. ഇതാണ് പെട്ടെന്ന് വണ്ടീനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വണ്ടീൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ DRL ആണ് ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഹെഡ്ലൈറ്റിൻ്റെ സ്ഥാനത്ത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ടാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ആ ഹെഡ്ലൈറ്റ് തന്നെ ഫോഗ് ലാമ്പും ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 2 ബൾബ് പോലെയായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു ഐസ് ബ്ലോക്ക് ഡിസൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ്, DRL, റിയറിലെ ടെയിൽ ഗേറ്റ് എല്ലാം LED ആണ്. രണ്ട് ബമ്പറിലും അതുപോലെ തന്നെ ഗ്രില്ലിലും ഒക്കെ ക്രോം ഫിനിഷിങ്ങിൻ്റെ ടച്ച് കൊടുത്തിട്ടുണ്ട്. അത് റിയറിലും അങ്ങനെ റിയർ ബമ്പറിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ലിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഗ്രില്ല് ഒരു മസ്ത സ്റ്റൈൽ ഗ്രില്ലൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ക്രോം ഫിനിഷോട് കൂടി ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെയായിട്ടൊരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. ഓവർ എയർ ഇൻടേക്ക് കാണാം. ഏറ്റവും ബോട്ടം ഉള്ള ഗ്രില്ല് ഒരു ഹണി കോംബ് കൈൻഡ് ഓഫ് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ താഴെ ഒരു ക്രോമിൻ്റെ ഒരു ഫിനിഷിങ്ങോട് കൂടി ഒരു മിഡിലൊരു ചെറിയൊരു സ്ട്രിപ്പ് പോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ സൈഡിൽ ഗ്ലാസിന് ചുറ്റും ക്രോം ബീഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വീലിനൊരു ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ക്ലാഡിങ്. അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫെയ്ഡ് ആവുന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. റൂഫ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. 19 ഇഞ്ച് അലോയ് വീലാണ് ടൈറ്റാനിയം വേരിയൻറ്റ് വരിക. മറ്റുള്ള വേരിയൻറ്റിനും 18 ഇഞ്ച് അലോയ് വീലാണ് വരിക. 5 സ്പോക്ക് അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഫോർഡ് എന്ന് എഴുതിയ ഒരു ബ്ലൂയിലുള്ളൊരു ബാഡ്ജിങ് കാണാം. ഇത് മിററിലേക്ക് വരുമ്പോൾ ബോഡി കളർ തന്നെ ഒരു മിററാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ അകത്ത് തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്കലി ഫോൾഡബിൾ ആൻഡ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സൈഡ് മിറേഴ്സ്, ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി ഈ വണ്ടിയിലുണ്ട്. സാധാരണ കാറുകളിലൊക്കെ കാണുന്ന മോഡൽ ഒരു ഡോർ ഹാൻഡിൽ, അതിന് ക്രോം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് കീലെസ് എൻട്രി ഓപ്ഷൻ ഉണ്ട്. സൈഡ് നോക്കുമ്പോൾ അട്രാക്റ്റീവായി തോന്നുന്ന വേറൊരു കാര്യമാണ് 2 ഡോറിൻ്റെയും താഴെ ഒരു സ്കേർട്ടിങ് പോലെ ഒരു ക്രോം ഫിനിഷിങ്ങോട് കൂടി ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. സൈഡ് മിറേഴ്സ് രണ്ടും അതുകൂടാതെ റിയർ ഗ്ലാസ്സിലും ഡീഫ്രോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. വരുമ്പോൾ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ബ്രേക്ക് ലൈറ്റും ഉണ്ട്. പിന്നെ ഷാർക്ക് ഫിൻ അല്ല, ഒരു ആൻറ്റിന കാണാം. പിന്നെ ബമ്പറിനൊക്കെ ഒരു ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഫേക്ക് എക്സോസ്റ്റ് പോലെയൊക്കെ തോന്നിക്കുന്നത്. 0.8 ലിറ്റർ എക്കോ ബൂസ്റ്റ് എഞ്ചിൻ എന്നുള്ളൊരു ബാഡ്ജും പിന്നെ ഫോർഡിൻ്റെ ഒരു ബാഡ്ജും ആണുള്ളത് റിയറിൽ. ക്വിക്ക് മോഷനിൽ ഓപ്പൺ ചെയ്യുന്നയോ ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായ ടെയിൽ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ആക്ച്വേറ്ററൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ സ്വിച്ച്. ബൂട്ടിൽ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. 434 ലിറ്ററാണ് ബൂട്ടിൻ്റെ സ്പേസ്. പിന്നെ റിയർ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1422 ലിറ്ററാണ് സ്പേസ് പറയുന്നത്. സോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. സീറ്റ് ഫുള്ളി ഫ്ലാറ്റായിട്ട് നിൽക്കില്ല എന്നുള്ളൊരു പോരായ്മ കാണുന്നുണ്ട്. പിന്നെ ഒരു സ്കഫ് പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റിയറിൽ ലഗേജ് എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പോൾ ബമ്പറിന് സ്ക്രാച്ച് വരാതിരിക്കാൻ. 2 വൈപ്പറിനും റിയർ വൈപ്പറിനും വാഷേഴ്സ് ഉണ്ട്. എമർജൻസി മെഡിക്കൽ കിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പിന് ടയറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടീൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോവാം. ഡ്രൈവർ സൈഡ് ഡോറിലോട്ട് തുടങ്ങാം. ഡോറിൽ 4 വിൻഡോസും ഓപ്പൺ ചെയ്യാനുള്ള കൺട്രോൾസ് ഇവിടെ ആം റെസ്റ്റുമേൽ കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് ആം റെസ്റ്റുമേൽ. അതുകൂടാതെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇതിലേക്ക് വരുമ്പോൾ ഒരു ഡുവൽ ടോൺ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും വലിയ വണ്ടിയുടെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു വിശേഷം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഡ്രൈവർ ക്ലസ്റ്ററാണ്. ഈ ക്ലസ്റ്റർ അഥവാ നമ്മളെ സെൻട്രൽ ഡിസ്പ്ലേ എന്ന് പറയുന്നതും പാസഞ്ചേഴ്സിനുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് ഒരുമിച്ചായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നീളത്തിലൊന്ന് ഒരു വലിയ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോൾ 10 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്ടി സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ഒരു സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാൽസ്റ്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ ലംബാർ സപ്പോർട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് 10 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് ഡ്രൈവർ സൈഡിൽ. അതുകൂടാതെ വെന്റിലേറ്റഡ് ആൻഡ് ഹീറ്റഡ് ആണ് സീറ്റ്. പാസഞ്ചർ സൈഡിലും ഇലക്ട്രോണിക് സീറ്റാണ്. അഡ്ജസ്റ്റബിൾ ആയിട്ട് 6 വേ അഡ്ജസ്റ്റബിൾ ആണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം ഡിസൈനാണ്. അതിനൊരു ലെതറിൻ്റെ റാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ ഒരുവിധം കൺട്രോൾസൊക്കെ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോൾ, അതേപോലെ അഡാസ്, അതേപോലെ ഡ്രൈവ് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രിപ്പ് കമ്പ്യൂട്ടർ, ടയറിൻ്റെ പ്രഷർ, ഓട്ടോ സ്റ്റാർട്ട് ഓപ്ഷൻ, ഫോൺ, മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഓഡിയോ കൺട്രോൾ എല്ലാം കൂടി ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് സോഫ്റ്റ് ടച്ച് ഡാഷ്ബോർഡ്, പിന്നെ ലെതറിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ വുഡൻ ട്രിം, കൂടാതെ ക്രോം സ്ട്രിപ്പൊക്കെ ആയിട്ട് ഇൻറ്റീരിയർ ഒരു പ്രീമിയം ഫീൽ തന്നെ തരുന്നുണ്ട്. കൺസോളിൽ വരുമ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്, അതിൻ്റെ കൂടെ ഒരു ഈ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. 2 കപ്സ് വെക്കാൻ പറ്റുന്ന രീതിയിൽ. എല്ലാവിടെയും സ്പേസ് ഉണ്ട്. ഒരു സ്ഥലത്തും ഒരു സ്പേസിനൊരു ഷോർട്ടേജ് ഇല്ലാത്തൊരു വണ്ടിയാണ്. ഷിഫ്റ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതേപോലെ മാനുവലി ഗിയർ മാറ്റാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അതൊരു
പോരായ്മ എന്നല്ല, അത് പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ സംഭവങ്ങളൊന്നും ഈ വണ്ടിയിലില്ല. ഇതിൻ്റെ ഒരു മൈനസ് പോയിൻ്റായിട്ട് തോന്നിയത് ഈ സെൻട്രലിലുള്ള സ്ക്രീനൊക്കെ ടച്ച് ചെയ്യാൻ വേണ്ടി ഡ്രൈവർക്ക് കുറച്ച് മുന്നോട്ടേക്ക് ഒന്ന് ലീൻ ചെയ്യേണ്ടി വരുന്നത്. കുറച്ച് കയ്യെത്തുന്ന ദൂരത്തിലുള്ള കുറച്ച് ഡിസ്റ്റൻസിലാണ് വെച്ചിട്ടുള്ളത്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡ്രൈവർ സൈഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെങ്കിൽ. ആംബ്രസ്റ്റിന് താഴെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എല്ലാ ഡോറിലും വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനുള്ള ഒരു പോക്കറ്റ് പോലെ വലിയൊരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാം കൊണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറോട് കൂടിയ ഒരു ഫാമിലി കാറാണ് ഫോർഡ് ടെറിട്ടറി. അതേപോലെ റിയർ പാസഞ്ചർ സീറ്റിൽ നല്ല സ്പേഷ്യസ് ആണ്, കാലൊക്കെ നീട്ടി വെക്കാൻ പറ്റുന്നുണ്ട്. സെൻറ്ററിൽ വയർലെസ് ചാർജറിൻ്റെ മുകളിലായിട്ട് അത്യാവശ്യം ഉപയോഗിക്കേണ്ട കൺട്രോൾസ് മാത്രമായിട്ട് ഒരു ചെറിയൊരു പാനൽ വേറെയും കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലൈറ്റ്, അതുപോലെ AC-ൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഹോൾഡ് ഉള്ളിലായിട്ട് 2 USB കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ സെൻറ്റർ റൂഫിൽ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു USB-ൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഇൻ കേസ് ഡാഷ് ക്യാം ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഇതുവഴി പവർ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചർ ഈ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പാർക്കിംഗ് ബ്രേക്ക് ഇലക്ട്രോണിക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വോളിയം കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഓഫ് ഓപ്ഷൻ ഇവിടെ സെൻട്രൽ കൺസോളിൽ കൊടുത്തിട്ടുണ്ട്. റോട്ടറി ഡയലോഗ് കൂടിയ ഗിയർ സെലക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ വണ്ടിയുടെ ഒരു എടുത്തു പറയേണ്ട ഒരു ഒരു ഫീച്ചറാണ് ഗിയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊരു പ്രീമിയം ഫിനിഷിങ്ങിന് വേണ്ടി ഒരു കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് പോയിന്റ് ഉണ്ട്. അത് ടൈറ്റാനിയത്തിന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ 3 USB പോർട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. 2 താഴെ ഈ കബി ഹോളിലെടുത്തു, 1 ടോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതും. അതുകൂടാതെ റിയർ AC വെന്റിൻ്റെ തൊട്ട് താഴെയായിട്ട് കൊടുക്കുന്ന ആ പോർട്ടും കൂടി ആകുമ്പോൾ 4 പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കവറോട് കൂടി ഒരു പനോറമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ മിററിലേക്ക് വരുമ്പോൾ ഓട്ടോ ഡിമ്മിങ് ഓപ്ഷനോട് കൂടിയ സെൻട്രൽ മിറർ, പിന്നെ 2 ലൈറ്റ് കാണാം. എല്ലാത്തിനും ഒരു പ്രീമിയം ടച്ച് കൊടുത്തിട്ടുണ്ട്. ചൈനീസ് ഡിസൈൻ്റെ ഒരു മികവാണത്. ടോപ്പിൽ SOS എന്ന് പറഞ്ഞൊരു ഫീച്ചർ കാണാം. ഇൻ കേസ് ഓഫ് എമർജൻസി നിങ്ങൾക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എമർജൻസി ആയിട്ട് കോൺടാക്ട്സ് ആരൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അവർ ഫോണിലേക്ക് ഒരു കോൾ പോകുന്നതാണ് ഫീച്ചർ. അതിപ്പോൾ UAE ഇപ്പോൾ കമ്പൾസറി ആണ്. ഇത്രയൊക്കെയാണ് ടോപ്പിലുള്ള വ്യൂ. ഇതിൻ്റെ തന്നെ നല്ലൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, നല്ല സ്പീക്കറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ആംബിയൻ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് വണ്ടിയിലുള്ള ഫീച്ചേഴ്സ്, സേഫ്റ്റി ആൻഡ് അതർ ഫീച്ചേഴ്സ് പറയാം. 6 എയർ ബാഗാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഉണ്ട്, സ്റ്റാർട്ട് അസിസ്റ്റ്, ഹിൽ ഡിസെൻറ്റ് അസിസ്റ്റ്, അതുകൂടാതെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, 4 ഡ്രൈവിംഗ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്: എക്കോ, സ്പോർട്ട്, നോർമൽ ആൻഡ് മൗണ്ടൻ. റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ്, എക്സിറ്റ് വാർണിംഗ്, ന്യൂട്രൽ ടോ മോഡ് എന്നൊരു ഓപ്ഷൻ, പിന്നെ ക്യാമറ റിയർ വ്യൂ തന്നെ എപ്പോഴും ആക്കി വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, അതേപോലെ ലൈൻ കീപ്പിംഗ് എയ്ഡ്, കൂടാതെ ഫോർവേഡ് കൊളീഷൻ വാർണിംഗ്, പിന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, പിന്നെ ഞാൻ പറഞ്ഞ 360 ഡിഗ്രി ക്യാമറയുണ്ട്. ഒരു സിങ്ക് 4 ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വോയിസ് റെക്കഗ്നൈസേഷൻ ഉണ്ട്, പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന കാറിലുണ്ടാകുന്ന എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈറ്റാനിയത്തിൽ മാത്രമുള്ള ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് പ്ലസ് പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഉണ്ട്. അതുകൂടാതെ ട്രാഫിക് ജാം അസിസ്റ്റൻ്റ്. 90 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഫോർഡ് ടെറിട്ടറിയുടെ. വണ്ടി ഓടിച്ചതിന് ശേഷമുള്ള ഒരു ഫീല് കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള എഞ്ചിനാണ്. ടർബോ ലാഗൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു കംഫർട്ട് ഡ്രൈവ് തന്നെയാണ് തരുന്നത്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ആയതുകൊണ്ടാവണം. പിന്നെ ബോഡി റോളൊന്നും തീരെയില്ല. ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ അത് വലിയ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ചെറിയൊരു എഞ്ചിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും ഫീൽ ചെയ്തില്ല. ബോഡി റോളും വളരെ കുറവാണ്. എഞ്ചിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. 1.8 ലിറ്റർ ടെർബോ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 7 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. 190 HP 320 ന്യൂട്ടൺ മീറ്റർ തരുന്ന ഒരു എഞ്ചിനാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്കിനി ഈ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ബൈ ബൈ. സി യു.